നല്ലോണം പഴുത്ത 2 പഴം ഉപയോഗിച്ചുകൊണ്ട് എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിന്റെ റെസിപ്പി ആട്ടോ ഇന്ന് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇതേപോലെ ഒരു പ്ലേറ്റ് നിറയെ നല്ല അടിപൊളി ടേസ്റ്റുള്ള സ്നാക്സ് നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ എല്ലാവരും മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കുക. ചെറുപഴോ അതേപോലെ തന്നെ നമ്മുടെ ഏത്തപ്പഴോ ഏത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. ഉണ്ട് നോക്കിയാലോ എങ്ങനെയാണ് നമ്മുടെ റെസിപ്പി ചെയ്തെടുക്കുന്നതെന്ന്. ഞാനിവിടെ നന്നായിട്ട് പഴുത്ത 2 ചെറുപഴമാട്ടോ എടുത്തിരിക്കുന്നത്. ഇതിപ്പോ അത്യാവശ്യം വലിപ്പമുള്ള പഴമായതുകൊണ്ട് 2 മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോ നമ്മുടെ പാളയംകോടൻ പഴമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 3 വരെയൊക്കെ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. വലിപ്പമുള്ളതാണെന്നുണ്ടെങ്കിൽ 2 മാത്രം മതിയാവും. നന്നായിട്ട് പഴുത്ത പഴമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കൊണ്ട് ഉടച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. മറിച്ച് നമ്മൾ നേന്ത്രപ്പഴമൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ നെയ്യിൽ നല്ലോണം തന്നെ ഒന്നുകൂടെ വഴറ്റിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇതിപ്പോ ഇതേപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലോണം തന്നെ ഒന്നുകൂടെ ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടതാ ഇതുപോലെ നന്നായിട്ട് തന്നെ നമ്മുടെ ഫോർക്ക് ഉപയോഗിച്ച് ഒന്നുകൂടെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് മതി. ഇനിയിപ്പോ നമുക്ക് നേരെ റെഡിയാക്കി എടുക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ നോൺ സ്റ്റിക്കിന്റെ പാൻ എടുത്തിട്ടുണ്ട്. ചൂടായിട്ട് വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നെയ്യും നന്നായിട്ട് തന്നെ ഒന്നുകൂടി ചൂടായി വരുമ്പോൾ ഒരു പിഞ്ച് മാത്രം മഞ്ഞപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ്. ഒരു പിഞ്ച് മാത്രം മതി. ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര മഞ്ഞളുടെ കുത്തുണ്ടാവും കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പഴവും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഗ്യാസിന്റെ ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിലാട്ടോ വെച്ചിരിക്കുന്നത്. പഴവും കൂടി ചേർത്ത് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി കൈയെടുക്കാതെ തന്നെ നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. പിന്നെ നെയ്യിൽ കിടന്നുകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ വഴന്ന് വരണം. ശരിക്കും ചൂടായി ആ പഴത്തിലേക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും നെയ്യുടെ ആ ഒരു ടേസ്റ്റ് ഒക്കെ ഇറങ്ങിച്ചെന്ന് നല്ലോണം തന്നെ ഒന്നുകൂടെ റെഡിയായി വരണം. കണ്ടതാ ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്നുകൂടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതും മതി. ഇതിലേക്ക് ഒരു 1/2 കപ്പ് റവയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതാണെങ്കിലും കുഴപ്പമില്ല. നമ്മളിവിടെ റോസ്റ്റഡ് റവയാട്ടോ എടുത്തിരിക്കുന്നത്. അതിനുശേഷം പഴവുമായിട്ട് നല്ലോണം തന്നെ ഒന്നുകൂടെ മിക്സ് ആക്കി എടുക്കാം. ശരിക്കും ആ പഴവും അതേപോലെ തന്നെ റവയൊക്കെ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് തന്നെ ഒന്നുകൂടെ യോജിച്ച് റവയുടെ ആണെന്നുണ്ടെങ്കിലും പച്ചമണമൊക്കെ നന്നായിട്ട് മാറി ഒന്നുകൂടെ വെന്ത് വരണം. ഗ്യാസിന്റെ ഫ്ലെയിം ഈ സമയത്ത് ഒരു മീഡിയം ലോ ഫ്ലെയിമിലാട്ടോ വെച്ചിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, പെട്ടെന്ന് അങ്ങോട്ട് അടുക്കി പിടിക്കും. ഇതിലേക്ക് ഒരു 1/2 കപ്പ് തന്നെ ചെറിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം തന്നെ ഒന്നുകൂടെ മിക്സ് ആക്കി ടേസ്റ്റിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നുകൂടെ യോജിപ്പിച്ച് ശരിക്കും തേങ്ങയുടെ ഒക്കെ ആണെന്നുണ്ടെങ്കിലും പച്ചമണമൊക്കെ നല്ലോണം മാറി ശരിക്കും ഒന്നുകൂടെ വഴന്ന് വരണം കേട്ടോ. കണ്ടതാ ഇതുപോലെ ഗ്യാസിന്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെയാട്ടോ വെച്ചിരിക്കുന്നത്. കൂട്ടിയൊന്നും വെക്കേണ്ട. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 250 ml കപ്പിന് 1 കപ്പ് പാല്. അതായത് നമ്മൾ 1/2 കപ്പ് റവ എടുക്കുമ്പോൾ 1 കപ്പ് പാല് വേണം ചേർക്കാനായിട്ട്. ഗ്ലാസ്സിലാണെന്നുണ്ടെങ്കിലും ഒരു 1/2 ഗ്ലാസ് റവയാണ് എടുക്കുന്നതെങ്കിൽ 1 ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കുക. പാലും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കേട്ടോ ഇതുപോലെ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് എല്ലാം കൂടി ശരിക്കും ഒന്നുകൂടെ വഴറ്റി പാനിൽ നിന്നൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ലോണം ഒന്നുകൂടെ വിട്ട് വരുന്ന ഒരു പരിവാവണം. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നോൺ സ്റ്റിക്കിന്റെ പാൻ ആയതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വിട്ട് വന്നോളൂ. പഞ്ചസാരയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഒന്നുകൂടെ മെൽറ്റായി ശരിക്കും ഒന്നുകൂടി യോജിച്ച് വന്നിട്ടുണ്ട്. കണ്ടതാ ഇതുപോലെ നമ്മുടെ പാനിൽ നിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ വിട്ട് ഒന്നിങ്ങോട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ലൊരു പരുവത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതും മതി. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. ഇപ്പൊ കയ്യിൽ കുറച്ച് എടുത്ത് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാത്ത ആ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത്. അതും മതി. ഇനിയിപ്പോൾ വലിയ ചൂടൊക്കെ ഒന്ന് ആറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഒന്നുകൂടി ഉരുട്ടിയെടുക്കാം. അപ്പൊ അതവിടെ നിന്ന് നല്ലോണം തന്നെ ഒന്നുകൂടി തണുത്ത് വരട്ടെ. അങ്ങനെ നമ്മുടെ പഴത്തിന്റെയും റവയുടെ ഒക്കെ ആണെങ്കിലും മിക്സ് വലിയ ചൂടൊന്നും ആറി വന്നിട്ടുണ്ട്. എന്നാൽ ചെറിയൊരു ചൂടുണ്ട്. അതായത് നമ്മുടെ കയ്യിൽ ഒരിടത്ത് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റത്തിനുള്ള ചൂട് മാത്രമേ ഉള്ളൂ. അത് മതി. അപ്പൊ കയ്യിൽ കുറച്ച് നെയ്യൊന്ന് പറ്റി കൊടുത്തിട്ട് ഇതേപോലെ ബോൾസ് ആയിട്ട് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. കയ്യിൽ കുറച്ചൊന്ന് നെയ്യ് പറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ട് പെട്ടെന്ന് നിങ്ങളുടെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ മിക്സ് മുഴുവൻ ഇതുപോലെ ബോൾസ് പോലെ റെഡിയാക്കി എടുക്കാം. അങ്ങനെ 2 ചെറുപഴവും അതേപോലെ തന്നെ റവയും പാലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതേപോലെ ഒരു പ്ലേറ്റ് നിറയെ ബോൾസ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. തീരെ ചെറിയ ബോൾസ് അല്ല, ഒരുപാട് വലുതുമല്ല, മീഡിയം വലിപ്പത്തിലുള്ള നമ്മൾ സാധാരണ ലഡുവിൻ്റെ ഒക്കെ ആ ഒരു വലിപ്പത്തിലുള്ള ബോൾസ് ആയിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് നല്ല ചൂടായ നെയ്യിലേക്ക് ഇതേപോലെ നമ്മുടെ ബോൾസ് ചേർത്ത് ഒന്നിങ്ങോട്ട് മുരിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ പഴത്തിന്റെ മിക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെന്ത് വന്നതാണ്. ഇതുപോലെ പുറംഭാഗം ഒന്നിങ്ങോട്ട് മുരിഞ്ഞ് വന്നാൽ മാത്രം മതി. ഗ്യാസിന്റെ ഫ്ലെയിം ഒരു മീഡിയത്തിൽ മാത്രം വെച്ചിരുന്നാൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വന്നോളൂ. ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും നെയ്യൊന്ന് ആക്കി കൊടുത്ത് നല്ലോണം തന്നെ ഒന്നുകൂടെ മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കോരിയെടുക്കാവുന്നതേ ഉള്ളൂ.
അപ്പോൾ ദാ ഇത്രയേ ഉള്ളൂ നമ്മുടെ പഴം ഉപയോഗിച്ചിട്ടുള്ള സ്നാക്സിന്റെ റെസിപ്പി എന്ന് പറയുന്നത്. ഒരു തുള്ളി ഓയിൽ പോലും ചേർക്കാതെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യിലാട്ടോ നമ്മളിത് മുഴുവൻ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതല്ലേ ഉള്ളൂ. പഴവും റവയും തേങ്ങയും പാലും ഒക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ചേരുവകൾ മാത്രമാണ്. ട്രൈ ചെയ്ത് നോക്കി കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക. നല്ലൊരു ചൂട് ചായയുടെ കൂടെ എല്ലാവരും അടിപൊളിയായിട്ടിരുന്ന് കഴിക്കാം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള പുതിയ പുതിയ നല്ല അടിപൊളി വീഡിയോസ് റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പിയായി ഹെൽത്തിയായി സേഫ് ആയിട്ടിരിക്കുക. ബൈ.